അപ്പൊ ഇന്ന് എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഞാൻ വന്നേക്കണത്. എന്റെ ജീവിതത്തിനെ പറ്റി. ഇതാ കണ്ട, ഈ ചെക്കനെ എപ്പോഴും എന്നെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ, എപ്പോഴും എന്നെ ബുദ്ധിമുട്ടിക്കുക. അതാണ് അവന്റെ മെയിൻ ലക്ഷ്യം. പിന്നെ എനിക്ക് തരാണ്ടിരുന്ന് എന്റെ മുമ്പിൽ വെച്ചിരുന്ന് പൈനാപ്പിൾ തിന്നുകൊണ്ടിരിക്കാട്ടാ. ഞാൻ ചോദിച്ചപ്പോ എന്താ എനിക്കൊരു കൂമ്പിന്റെ കഷ്ണം നിന്നിട്ട് അവന്റെ ഇരുന്ന് നല്ല തട്ടല. തിന്നാൻ വയ്യ, എന്നാലും തീറ്റയ്ക്കൊരു കുറവുമില്ല. കണ്ടാ പറയൂ. പിന്നതെ ഞാനൊന്ന് റെസ്റ്റ് എടുക്കാൻ വെച്ച് വന്നിവിടെ കിടന്നപ്പിണ്ട് പിന്നെ എനിക്കിട്ട് എന്തേലും പനി തരാൻ പറ്റുമോന്ന് ആലോചിച്ച് നടക്കുക. സൗഭാഗ്യം ഇങ്ങോട്ടല്ല, വേറെങ്ങോട്ടാ. പിന്നെ എന്താ എൻ്റെ അടുത്തേക്ക് വന്നത് തുടങ്ങിയിട്ടുണ്ട്. എന്റെ കൈ പിടിച്ച് വലിക്കുക, എന്നെ കിടത്തി. ഇതേ കണ്ട, എന്ത് CPR തരാണോ എനിക്ക്? എനിക്ക് ജീവനുണ്ടോ? എനിക്ക് CPR ഒന്നും വേണ്ട. പിന്നെ തുടങ്ങി. പിന്നെ എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുക. എല്ലാരും കൂടി ഇരുന്ന് ചപ്പാത്തിയും ചിക്കനൊക്കെ തിന്നുക. എനിക്കാണെങ്കിൽ ഒരു കഷ്ണം തന്നിട്ട് തിന്നാനും പറ്റുന്നില്ല. ഇപ്പൊ എന്തിട്ട് ചെയ്യത്? ഇവരാണെങ്കിൽ നല്ല തട്ടലുക. എനിക്ക് കയ്യിലൊക്കെ എടുത്ത് തരുന്നുണ്ട് അച്ഛൻ, പക്ഷെ എനിക്കൊന്നും വേണ്ട. ഞാൻ പോവുക. അതെ, അടുത്തത് ഇവളാണെങ്കിൽ മെയിൻ പരിപാടി എന്റെ കഴുത്തെ പിടിച്ച് ഞെക്കല. എന്നെ വിടൂല്ല. കഴുത്തെ പിടിച്ച് ഞെക്കുക, ഇതാണ് ഇവളുടെ മെയിൻ പരിപാടി. മൂന്നാളും കൂടി ഇരുന്ന് നല്ല പെടയാ. എന്നാ ഞാനിവിടെ നോക്കിയിരിക്കുന്നുണ്ട്. അതൊക്കെ വല്ല ചിന്തയുണ്ടാ? ഓ, അപ്പുറത്തെങ്കിലും ഒരു പീസ് കിട്ടി എനിക്ക്. വീണ്ടും തീറ്റ. ഇത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. ഇവളോടെ വന്ന് കിടക്കുമ്പോൾ ഞാനും കൂടെ വന്ന് ഇങ്ങനെ കിടക്കും, ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും. ഞാൻ ഇവളെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഇവളെ എന്നെ പിടിച്ച് വലിക്കും. ഇതാണ് പരിപാടി. ഇനി കുറച്ചു നേരം പാവത്തിനെ പോലെ കിടക്കാം. ഇങ്ങനെ കിടന്ന് 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 അതേ വരുന്ന അടുത്ത ആള്. പോയി എങ്ങടാണ്ട് ഭാഗ്യം. നീ ശല്യം കുറച്ച് നേരത്തേക്ക് ഉണ്ടാവില്ല. എന്നാൽ ഇവനെ പോയി നോക്കിയാലോ ഒന്ന്. ഇവിടെ അതിൻ്റെ ഇടയിൽ കൂടെ വിളിച്ചോണ്ടിരിക്കുക. തൊഴിലും തരുമോ ഇപ്പൊ എന്നെ ഒന്ന്? കണ്ട, ഇതാണ് മെയിൻ പരിപാടി. എന്നെ ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. എന്നാ പോയി നോക്കിയിട്ട് വരാം. പിന്നെ വന്ന് ഇങ്ങനെ എനിക്ക് കൈ ചിക്കൻ കാല് പോലെ കടിച്ചോണ്ടിരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടാ. കൈ താടി പെണ്ണെ കടിക്കപ്പ ഞാനൊന്ന് കടിച്ച് 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 എന്താണെന്നറിയില്ല, ഇവിടെ കൈക്ക് നല്ല ടേസ്റ്റാ. പിന്നെ ടെറസിന്റെ മുകളിൽ പോയ എന്നെ ഇട്ട് ഇങ്ങനെ വട്ടം കറക്കിയ ഭയങ്കര ഇഷ്ടാണ് ഇവൾക്ക്. അങ്കിളോടും ഇങ്കിളോടും അങ്കിളോടും ഇങ്കിളോടും. പിന്നെ അവനും വിളിച്ചു എന്നോട് അവിടെ കയറിയിരിക്കാൻ. എനിക്ക് എങ്ങനെയാ ഇതൊക്കെ പറ്റിയ? അപ്പൊ ഇനി അടുത്ത